ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എക്സാംസ് കഴിഞ്ഞ സ്ഥിതിക്ക് ആൻസർ കീ എന്ന് ഔട്ട് ആവും അല്ലേ? ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ എന്ന് വരും? അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ചും എല്ലാം പല സ്പെക്കുലേഷൻസും എല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ആൻസർ കീ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയും കാര്യങ്ങളും എല്ലാം കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ എന്നത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ഡൗട്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ NTPC എക്സാം ഡേറ്റും എല്ലാം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അതുമായിട്ട് അടുപ്പിച്ച് തന്നെ വീണ്ടും നമുക്ക് ഈ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഉടനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന എക്സാംസിന്റെ ഒരു പാറ്റേൺ നോക്കാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത RRBയുടെ എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ എക്സാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എത്ര ദിവസങ്ങളാണ് എടുത്തുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ? അപ്പൊ ഇപ്പൊ ALPയുടെ എക്സാം ആണെന്നുണ്ടെങ്കിൽ ALPയുടെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, റെയിൽവേ നമ്മുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെ? അതുപോലെ RPF എസ്ഐയുടെ എക്സാംസ് നടന്നതിന് ശേഷമാണ് നോക്കുന്നുണ്ടെങ്കിൽ 3 ദിവസം അല്ലെ? മെയിൻ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 3 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇനി RRB JEE എക്സാംസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ നടന്ന JEEയുടെ എക്സാംസ് നോക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അല്ലെ? 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്തത്, അത് അപ്ഡേറ്റ് ചെയ്ത്. ആൻഡ് ടെക്നീഷ്യൻ ഗ്രേഡ് പോസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ 5 ദിവസം എടുത്തു. അതുപോലെ RPF കോൺസ്റ്റബിൾ പോസ്റ്റ് ആണെങ്കിലും, അതുപോലെ NTPC UG ഗ്രാജുവേറ്റ് എക്സാംസ് ആണെങ്കിലും, അങ്ങനെ 2025 നടന്ന എക്സാംസിലെല്ലാം എന്താണ് 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം. SIക്ക് മാത്രമാണ് 3 ഡേയ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, ആൻസർ കീ പബ്ലിഷ് ചെയ്യാനായിട്ട് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഓൾറെഡി നവംബറിൽ എന്ത് ചെയ്തതാണ്, ഗ്രൂപ്പ് ഡിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു. നവംബർ തൊട്ട് നമുക്കിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വന്നത് എന്നായിരുന്നു, ലാസ്റ്റ് ഡേറ്റ് നമുക്ക് January 10 നിങ്ങൾക്ക് എന്ത് നടന്നത്, ലാസ്റ്റ് എക്സാം നടന്നത് അല്ലെ? January 10 ലാസ്റ്റ് എക്സാം നടന്നിരിക്കുന്നത്. അപ്പൊ എന്നത്തേക്ക് നമുക്ക് ആൻസർ കീ എക്സ്പെക്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കീ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? ഈ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ എക്സാംസിനും 4 to 5 ഡേയ്സ് ആണ് വരുന്നത് എന്നുള്ള രീതിക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന ഇപ്പൊ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 15 തന്നെയാണ് അല്ലെ? അതായത് ഇന്ന് ഏകദേശം നമുക്ക് ഇത് എന്ത് ചെയ്യാം, വരും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 15 തൊട്ട് ഈ പറയുന്നില്ല നീണ്ടുപോയാലും 1-2 ദിവസങ്ങൾക്ക് അതൊരു മാക്സിമം ഒരു 15 to 17 നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ പറയല ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല സ്പെക്കുലേഷൻസ് കാണും. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. സേവ് സ്കോർ എത്രയാണെന്നുള്ളതും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നടന്ന എക്സാമുകൾക്ക് വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവർ കാണും അല്ലെ? ഇപ്പൊ ആൻസർ കീ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ കിട്ടും. അപ്പൊ ഇപ്പൊ നടന്ന എക്സാമിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്തവണ കിട്ടിയില്ല എന്നോർത്ത് അല്ലെങ്കിൽ പഠിച്ചത് എഫക്റ്റീവ് ആയില്ല എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത്തവണത്തെ എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, പക്ഷേ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു ബേസ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? വളരെ സ്ട്രോങ് ആയിട്ടൊരു ബേസ് ഉണ്ട്. സോ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ആൻസർ കീ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സ്പെക്കുലേറ്റഡ് ഒരു മാർക്ക് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് ധാരണ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുക അല്ലെ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ സേഫ് അല്ലെങ്കിൽ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ടൈം കളയാതെ ഈ വർഷത്തെ ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാര്യം ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, നിങ്ങൾ ആ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആ ബേസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. പഠിച്ചാൽ ഇത്തവണ നമുക്ക് 22,000+ വേക്കൻസീസ് തന്നെയാണ് അല്ലെ? 22,000+ വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ വേക്കൻസീസിലേക്ക് ക്ലിയർ ചെയ്ത് ഒരു ജോലിയിലേക്ക് എത്തുക എന്നുള്ളത് ആ ഒരു ബേസ് വെച്ച് പഠിച്ചാൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിക്കാവുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ആവശ്യം പോലെ ടൈം കിട്ടും. ഓൾറെഡി അതിന്റെ ബേസ് കൺസെപ്റ്റ് എങ്ങനെയാണ്, ക്വസ്റ്റിന്റെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയുകയും ചെയ്യാം അല്ലെ? ഇപ്പൊ കറന്റ് അഫേഴ്സിന്റെ ഒക്കെ പ്രശ്നം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. സ്റ്റാർട്ടിങ് മുതലേ ഡീപ്പായിട്ട് കറന്റ് അഫേഴ്സ് പഠിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ളത് ഇത്തവണത്തെ എക്സാമിൽ നമുക്ക് ക്ലിയർ ആയ കാര്യമാണ്. അപ്പൊ ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, എഫക്റ്റീവായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മടി കാണിക്കാതെ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഈവൻ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിനകത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കാണും അല്ലെ? ഓഫ് കോഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പുതിയ ഗ്രൂപ്പ് ഡി ബാച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എഫക്റ്റീവ് ആയിട്ട് പിന്നെ ഒരു 1-2 ഡേയ്സിൽ എനിക്ക് പറയുന്ന മിനിമം ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മിനിമം ടൈമിൽ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ പക്ക PYQ ബേസ്ഡ് ഉള്ള ട്രെയിനിങ്ങും കൂടെ കിട്ടുന്ന ഒരു ബാച്ചാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ RRB ഗ്രൂപ്പ് ഡിയുടെ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആയിരിക്കും. അതുപോലെ തന്നെ PYQ ബേസ്ഡ് റിവിഷൻസ് ഉണ്ടാവും. ആൻഡ് റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് മോക്ക് എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതും PYQ ബേസ്ഡ് തന്നെ ആയിരിക്കും. സോ ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും എന്നുള്ള കറന്റ് അഫേഴ്സ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻസ് PYQs നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഒരു കോഴ്സിന്റെ
ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പഠിത്തവും നടക്കും, അതിന്റെ കൂടെ എക്സാമിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് പ്രാക്ടീസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് കറണ്ട് അഫേഴ്സിന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എക്സാം ബേസ് റീസണിംഗ് മാത്സും ഒക്കെ വരുമ്പോൾ എക്സാം ബേസ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സും ട്രിക്സും എല്ലാം നിങ്ങൾക്ക് ക്ലാസിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ഗ്രൂപ്പ് ഡി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫ്രഷേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫൗണ്ടേഷൻ വെച്ച് പഠിക്കാനും ഫ്രഷ് ആയിട്ട് പഠിച്ച് സിലബസ് കവർ ചെയ്ത് റിവിഷൻ കണ്ടക്ട് ചെയ്ത് എക്സാമിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാനും എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ബാച്ച് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ളവർ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രയും വേഗം അതിലേക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് 15, നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന ഒരു ഡേറ്റ് തൊട്ട് ഇന്ന് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1-2 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ ഉറപ്പായിട്ടും വന്നിരിക്കും അല്ലേ. റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന റെയിൽവേയുടെ ട്രെൻഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ആൻസർ കീ നന്നായിട്ട് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അല്ലെങ്കിൽ ഡിപ്രസ് ആവേണ്ട കാര്യമില്ല. ഉടനെ അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ NTPC ഒക്കെ വരുന്നുണ്ട്, ആ എക്സാംസിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക. ഒരു കാരണവശാലും എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കാതിരിക്കുക. ഓക്കെ, ബ്രേക്ക് എടുക്കാതിരിക്കുക, അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം എല്ലാവരും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദി ബെസ്റ്റ്, ബൈ.